പ്രൈസ് ദി ലോർഡ്. ഇത്തിരി വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആരെയും പരിഹസിക്കരുത് എന്ന വിഷയമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73 അധ്യായം 8 തിരുവചനം. അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു, പീഡിപ്പിക്കുമെന്ന് അവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ചിലരുടെ സ്വഭാവമാണ് എല്ലാവരെയും പരിഹസിക്കുക എന്നുള്ളത്. പരിഹസിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. എന്താണെന്നറിയില്ല, അതവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സ്വഭാവമാണ്. എല്ലാവരെയും കാണുന്നവരൊക്കെ പരിഹസിക്കുക, നടന്നു കുറ്റം പറയുക, പരിഹസിച്ച് അവർ രസിക്കുകയാണ്. അവർക്കൊരു സന്തോഷമാണ് എല്ലാവരെയും പരിഹസിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. അത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, സോളമൻ രാജാവ് ഒത്തിരിയേറെ ജ്ഞാനമുള്ള ഒരു രാജാവാണ്. സോളമൻ രാജാവ് ഇതറിഞ്ഞ ഷേബ രാജ്ഞി സോളമൻ രാജാവിനെ പരിഹസിക്കാൻ, ആ ജ്ഞാനത്തെ അളക്കാൻ വേണ്ടി, കുടുക്കിലാക്കാൻ വേണ്ടി കടന്നു വന്നു. ദിനവൃത്താന്തത്തിൻ്റെ 2 പുസ്തകം 9 അധ്യായം 1 ഇപ്രകാരം പറയുന്നു: ഷേബ രാജ്ഞി സോളമൻ രാജാവിൻ്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് സോളമൻ രാജാവിനെ പരീക്ഷിക്കാൻ, കുടുക്കിലാക്കാൻ കുടുക്കു ചോദ്യങ്ങളുമായി കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചത്? സോളമൻ രാജാവിൻ്റെ കൂടെ കർത്താവ് ഉണ്ടായതുകൊണ്ട് ഷേബ രാജ്ഞി ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചോ അതിനെല്ലാം ഉത്തരം നൽകി. ദിനവൃത്താന്തത്തിൻ്റെ 2 പുസ്തകം 9 അധ്യായം 2 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഉത്തരം നൽകാൻ കഴിയാത്ത വിധം അവനൊന്നും അജ്ഞാതമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ യേശുവിനെയും കുടുക്കു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പലരും കടന്നു വന്നു. യേശുവും അതിനെ അതിജീവിച്ചു. ഇന്നും ഇതുപോലെ പരിഹസിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് വൈദികരെ പരിഹസിക്കാൻ, ദൈവരാജ്യ ശുശ്രൂഷകരെ പരിഹസിക്കാൻ അനേകർ ഇതുപോലെ കുടുക്കു ചോദ്യങ്ങളുമായി കടന്നു വരാറുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മൾ അങ്ങനെ ചെയ്യേണ്ടവരല്ല. നമ്മൾ ആരെയും പരിഹസിക്കരുത്. കർത്താവ് അത് അനുവദിക്കുന്നില്ല. പരിഹാസി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. പരിഹാസിക്ക് സ്വർഗരാജ്യമില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 6 അധ്യായം 41 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാൻ മിടുക്കരാണ്. മറ്റുള്ളവരെക്കുറിച്ച് പരിഹസിക്കാൻ, അവരെ കളിയാക്കാൻ മിടുക്കരാണ്. നമ്മിലേക്ക് നോക്കാൻ, നമ്മുടെ കുറവുകളിലേക്ക് നോക്കാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. കർത്താവ് പറയുക, ആദ്യം നിന്റെ കണ്ണിലെ തടിക്കഷ്ണം നീ നോക്ക്, എന്നിട്ട് അതിന് ശേഷം മാത്രം സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. കാരണം നമ്മൾ പരിഹസിക്കുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ ആരെയും പരിഹസിക്കാൻ പാടില്ല. പ്രഭാഷകന്റെ പുസ്തകം 8 അധ്യായം 5 തിരുവചനം: പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്, നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യുക എന്നത് മാനുഷികമാണ്. എല്ലാവർക്കും തെറ്റുപറ്റും. എന്നാൽ അത് തിരുത്തുന്നത് ദൈവികമാണ്. എന്നാൽ തിരുത്താതെ ആ തെറ്റിൽ തുടരുന്നത് പൈശാചികമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും പരിഹസിക്കരുത്. ചിലപ്പോൾ തെറ്റ് ചെയ്ത വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്, നമുക്കും തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിഹസിക്കരുത്. നമ്മൾ ഒരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 18 അധ്യായം 10 11 തിരുവചനത്തിൽ യേശു പറയുന്നു: നിങ്ങൾ ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കളിയാക്കുമ്പോൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ഇതെല്ലാം സ്വർഗത്തിൽ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും പരിഹസിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 17 അധ്യായം 5 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു: ദരിദ്രനെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ തന്നെയാണ് നമ്മൾ പരിഹസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരെയും പരിഹസിക്കരുത്. എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായ മക്കളായി ജീവിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും കർത്താവായ യേശുക്രിസ്തുവിന്. ആമേൻ.